بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ ഖസസ് 31-32 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സൂചിപ്പിക്കാം. വഅൻ അൽഖി അസാക്, ഇവിടെ ഹംസകളുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. വഅൻ അൽഖി എന്നൊന്നും പറഞ്ഞു പോകരുത്. വഅൻ അൽഖി അല്ല, മറിച്ച് വഅൻ അൽഖി. വഅൻ എന്ന് പറയുമ്പോൾ സാക്കിനത്തായ നൂൻ, വീണ്ടും ഹംസ. ഇവിടെ സാക്കിനത്തായ നൂനിന്റെ വിധി എന്താണെന്ന് വെച്ചാൽ ഇൽഹാർ ഹൽഖി എന്നതാണ്. ഇൽഹാർ ഹൽഖി എന്ന് വെച്ചാൽ അല്പം പോലും മണിക്കാതെ നൂനിനെ വെളിവാക്കണം എന്നർത്ഥം, വ്യക്തമാക്കി ഉച്ചരിക്കുക. വഅൻ അൽഖി, അൽഖി എന്ന് പറയുമ്പോൾ ഖാഫ് ഇസ്തിഅലാഇന്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട, സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. എന്നാൽ ഖാഫിന് കസ്റ ഉള്ളതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. അൽഖി. അസോ, അസോ എന്ന് പറയുമ്പോൾ സ്വാദിനും അതിന്റെ ദീർഘാക്ഷരത്തിനും തഫ്ഖീം വേണം, സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ഇസ്തിഅലാഇന്റെ ഹർഫായ സ്വാദ്, ആ സ്വാദിനെ ദീർഘിപ്പിക്കുന്ന അലിഫ്, ഇവ രണ്ടിലും തഫ്ഖീം നിലനിർത്തിക്കൊണ്ട് അന്ത്യത്തിൽ വരുന്ന ഖാഫിൽ വഖഫ് ചെയ്യുക. ഖാഫ് മുശദ്ദദത്താണ്, മഹ്മൂസാണ്, മുസ്തഫിലുമാണ്, ഇസ്തിഫാലിന്റെ ഹർഫുമാണ്. ഖാഫിൽ തഫ്ഖീം ഉണ്ടാവുകയില്ല, തർക്കീഖാണ്. അതേപോലെ ആസ്വാക്കയിൽ ഐനിലും തർക്കീഖാണ്. ആസ്വാക് വഖഫിന് വേണ്ടിയാകുമ്പോൾ അവിടെ ദീർഘിപ്പിക്കാം. 4 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നല്ലതാണ്. എന്നാൽ 6 ഹറക്കത്തിന്റെ അളവ് വരെ പൂർത്തിയാക്കി നീട്ടുകയുമാകാം. എന്നാൽ ഇതൊന്നുമല്ലാതെ വെറും തബീഇയായ 2 ഹറക്കത്തിന്റെ അളവിൽ മാത്രവും മതിയാക്കാവുന്നതുമാണ്. അപ്പോൾ ആസ്വാക്, അസ്വാകു എന്നോ ആ ഖാഫിൽ ഒരു ശബ്ദ ചലനമൊന്നും വരരുത്. എന്നാൽ അസ്വാക് എന്ന് പറഞ്ഞ് തീരെ ഖാഫിന്റെ ഉച്ചാരണമില്ലാത്ത അവസ്ഥയിലും ആവരുത്. അത് മഹ്മൂസാണ്, ഷദീദാണ്. ഫലമ്മ, മീം മുശദ്ദദയെ മണിക്കണം, ശബ്ദ നൽകപ്പെട്ട മീം. റോയിന് പൂർണ്ണമായ തഫ്ഖീമുണ്ട്, തടിപ്പിക്കുക. റോ അല്ലെ, റോ അല്ല, മറിച്ച് റോ ഹംസ ഷിദ്ദത്തിന്റെ ഹർഫാണ്, അത് വ്യക്തമാക്കണം. പറഞ്ഞ മറിച്ച് തഹ്തസ്സു, തഹ്തസ്സു, ഇഹ്തസ്സ, യഹ്തസ്സു. ഹാകളുടെ വ്യക്തമാക്കി ഉച്ചരിക്കുക, സായും വ്യക്തമാക്കി അതിന്റെ മഖ്റജ് എന്ന് ഉച്ചരിക്കുക. അപ്പോൾ തഹ്തസ്സു കഅന്നഹ, നൂൻ മുശദ്ദദ മണിക്കണം, ശബ്ദ നൽകപ്പെട്ട നൂൻ. ജന്നു വല്ല, ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. അതിൽ വരുന്ന അലിഫിന്റെ ദീർഘം മദ് ലാസിം മുസഖൽ കലിമി എന്നതാണ്. അപ്പോൾ ആ ദീർഘം 6 ഹറക്കത്തിന്റെ അളവിൽ വേണം എന്നർത്ഥം. ലാസിമിന് അങ്ങനെയാണ്, നിർബന്ധമായും 6 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കണം. ആ ദീർഘത്തിന് ശേഷമാകട്ടെ മുശദ്ദദത്തായ ശബ്ദ നൽകപ്പെട്ട അക്ഷരമുള്ളതുകൊണ്ട് മുസഖൽ എന്ന പേരുകൂടി അവിടെ അധികം വരുന്നു. ഇതൊരു പദമാണ് എന്നുകൊണ്ടാണ് കലിമി എന്ന് പറയുന്നത്. അപ്പോൾ പൂർണ്ണനാമം മദ് ലാസിം മുസഖൽ കലിമി, അൽ മദ്ദുൽ ലാസിമുൽ മുസഖലുൽ കലിമി. അപ്പോൾ ഇവിടെ 6 ഹറക്കത്തിന്റെ അളവ് ദീർഘിപ്പിക്കുക. ശേഷം നൂനിന് ശബ്ദമുണ്ട്, മുശദ്ദദത്തായ നൂന് ആയതുകൊണ്ട് ഉന്നത്ത് പ്രത്യേകം പറയേണ്ടതില്ല, അവിടെ മണിക്കുകയും വേണം. ജന്നു വല്ല, തൻവീൻ, ശേഷം വാവ്, ഇദ്ഗാം
ബിഗുന്ന, ഇദ്ഗാം ബിഗുന്ന, മണിച്ചുകൊണ്ട് ലയിപ്പിച്ചുച്ചരിക്കുക. വല്ല മുദ്ബിറൻ വലം യുഅഖിബ്, മുദ്ബിറൻ ദാലിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. റാഇന് തഫ്ഖീമാണ്, എന്നാൽ റാഇന്റെ തൻവീൻ ശേഷം വാവ്, ഇദ്ഗാം ബിഗുന്ന. മുദ്ബിറൻ വലം, മുദ്ബിറൻ വലം, വലം യുഅഖിബ് സാക്കിനത്തായ മീം ശേഷം യാ, ഇൽഹാർ ശഫവി നൽകണം, മണിക്കാതെ വെളിവാക്കണം. യുഅഖിബ്, ഖാഫിന് കസ്റ ഉണ്ട്, കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ബായിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ ഖൽഖല കുബ്റ നൽകി ബാഇന്റെ സുക്കൂൻ വളരെ വ്യക്തമാക്കുക. വലം യുഅഖിബ്. യാ മൂസ അഖ്ബിൽ വലാ തഖഫ്, യാ മൂസ, മൂസ എന്നതിലെ അലിഫിന്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ശേഷം ഹംസ അടുത്ത പദത്തിലാണ് എന്ന കാരണത്താൽ വേർപിരിഞ്ഞു. ഈ അർത്ഥത്തിലാണ് മുൻഫസിൽ എന്ന് പറയുന്നത്. അഖ്ബിൽ, ഖാഫിന് ഖൽഖല സുഗ്റ കൊടുത്ത് ശബ്ദം സുക്കൂനിനെ ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ഖാഫിന് തഫ്ഖീമുമുണ്ട്, തടിപ്പിക്കുകയും വേണം. അഖ്ബിൽ വലാ തഖഫ്, ഖാഇന് തഫ്ഖീം കൊടുക്കണം. വലാ തഖഫ്. ഇവിടെ തഫ്ഖീമിന്റെ അക്ഷരങ്ങൾ നാം പ്രത്യേകം പറയുന്നു, മറ്റുള്ളതിനെ പ്രത്യേകം പറയുന്നില്ല. കാരണം അതാണ് കൂടുതലും. തഫ്ഖീം എണ്ണപ്പെട്ടവയാണ്, ശേഷിക്കുന്ന എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നക, നൂൻ മുശദ്ദദ മണിക്കണം. മിനൽ ആമിനീൻ, എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. ഇന്നക മിനൽ ആമിനീൻ, ഹംസ ക്ലിയർ ആക്കുക. മിനല്ല പറയാതെ മിനൽ ആമിനീൻ. എന്ന ദീർഘം മദ് ബദലാണെങ്കിലും തബീഇയ 2 ഹർക്കത്തിന്റെ അളവിലുള്ള ദീർഘമേ നൽകേണ്ടതുള്ളൂ. മിനൽ ആമിനീൻ. ഉസ്ലുക് യദക, അവിടെ ഹംസത്തുൽ വസ്ൽ കൊണ്ടാണ് തുടങ്ങുന്നത്. ഹംസത്തുൽ വസ്ൽ കൊണ്ടാണ് തുടങ്ങുന്നത്. ഈ പദമാകട്ടെ ഫിഅലാണ്, ഒരു ക്രിയയാണ്. ക്രിയക്ക് ഉള്ള പ്രത്യേകത, ക്രിയകളിൽ വരുന്ന ഹംസത്തുൽ വസ്ല് അതിന് കൊടുക്കേണ്ട ഹറക്കത്ത് അഥവാ ആ ഹംസയെ ഖത്അ ചെയ്ത് മുറിച്ച് ഓതുകയാണെങ്കിൽ ആ ഹംസയിൽ വരുന്ന ഹറക്കത്ത് എന്താകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അടിസ്ഥാന നിയമം. ക്രിയയുടെ ക്രിയയുടെ 3ാമത്തെ അക്ഷരത്തിന് സാലിസുൽ ഫിഅലിന് അങ്ങനെ തന്നെ പഠിച്ചു നോക്കുക. സാലിസുൽ ഫിഅലിന് ദമ്മാണെങ്കിൽ ഹംസക്കും ദമ്മ കൊടുക്കുക. ഇവിടെ സാലിസുൽ ഫിഅലായ ലാമിന് ദമ്മ ഉണ്ട്, അതുകൊണ്ട് ഹംസയും മദ്മൂമത്താണ് എന്നർത്ഥം. ദമ്മ നൽകണം. ലാമിന് ദമ്മുള്ളത് കൊണ്ട് ഹംസക്കും ദമ്മ കൊടുക്കുക. അപ്പോൾ ഉ എന്നുച്ചരിക്കണം. ഉസ്ലുക്, ഉസ്ലുക് എന്ന് പറയുക. അപ്പോൾ ദമ്മ അല്ലെങ്കിൽ പിന്നെ ഫത്ഹയോ കസ്റയോ ആയിരിക്കും. അപ്പോൾ ഹംസക്ക് കസ്റ കൊടുക്കണം എന്നതാണ് നിയമം. ഇവിടെ ദമ്മ ഉള്ളത് കൊണ്ട് ദമ്മ. ഉസ്ലുക്, ഉസ്ലുക് യദക, ഉസ്ലുക്. കാഫ് മഹ്മൂസാണ്, ഷദീദാണ്, വ്യക്തമാക്കി അതിന്റെ സുക്കൂൻ ശബ്ദം ചലിപ്പിക്കാതെ ഉച്ചരിക്കുക. ഉസ്ലുക് യദക, സീനും അപ്രകാരം തന്നെ മഹ്മൂസ അക്ഷരമാണ്. ഉസ്ലുക് യദക ഫീ ജൈബിക തഖ്റുജ്, ഖാഇന് തഫ്ഖീമാണ്, റാഇനും തഫ്ഖീമാണ്, ജീമിന് ഖൽഖല സുഗ്റായുണ്ട്. തഖ്റുജ് ബൈദാ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ദ്വാദിനും അതിന്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്. ദ്വാദ് ഖവിയ അക്ഷരം കൂടിയാണ്. ദ്വാദ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഹർഫാണ്. നാവിന്റെ ഒരു സൈഡ് നീളത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മേലെ അണപ്പല്ലിലേക്ക് ചേർത്ത് അമർത്തി വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരം. ഇസ്തിത്വാല എന്ന പ്രത്യേക സിഫത്തും അതിനുണ്ട്. ബൈദാ, ബൈദാ, മദ് മുത്തസിൽ വാജിബ് വരുന്ന ദീർഘമാണ്. ആ ദീർഘത്തിന് 4-5 ഹറക്കത്തിന്റെ അളവിലുള്ള ദീർഘം കൊടുക്കുക. മദ് മുത്തസിൽ വാജിബ്.
ആ ദീർഘത്തിൽ തഫ്ഖീമാണെന്നത് സൂചിപ്പിച്ചു. സാക്കിനത്തായ നൂൻ ശേഷം ഗൈൻ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കണം. മിൻ ഗൈരി സൂഇൻ വദ്മും സൂഇൻ. ഇവിടെ ദീർഘമുണ്ട്, വാവാണ് ദീർഘാക്ഷരം. ആ ദീർഘാക്ഷരത്തെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. കാരണം മദ് മുത്തസിൽ വാജിബാണ്. ഒറ്റ പദത്തിൽ ദീർഘാക്ഷരവും ശേഷം ഹംസയും വന്നതാണ്. ഹംസയുടെ തൻവീനും ശേഷം വാവുമാണുള്ളത്. ഇദ്ഗാം ബി ഗുന്ന സൂചിപ്പിച്ചു നേരത്തെ. ഇദ്ഗാം ബി ഗുന്ന. സൂഇൻ വദ്മും വദ്മും. ദ്വാദ് പരിശീലിക്കാൻ പറ്റിയ ഒരു പദമാണ് സാക്കിനത്തായ ദ്വാദ്. വദ്മും വദ്മും ഇലൈക. വദ്മും എന്ന് ഖൽഖല വരരുത്, എന്നാൽ ദ്വാദ് അതിന്റെ മഖ്റജിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. വദ്മും ഇലൈക സാക്കിനത്തായ മീം ശേഷം ഹംസ ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കണം. ജനാഹക മിനർ റഹ്ബ് വദ്മും ഇലൈക ജനാഹക മിനർ റഹ്ബ്. ദ്വാദിന് തഫ്ഖീമുണ്ട്, പ്രത്യേകം പറയേണ്ടതില്ല. അർ-റഹ്ബ് എന്ന് പറയുമ്പോൾ റായിനും തഫ്ഖീമുണ്ട്. അല്ലാത്തവക്കൊക്കെയും തർക്കീഖാണ്. മിനർ റഹ്ബ് വഖഫ് ചെയ്യുമ്പോൾ ബായിന് സുക്കൂൻ വരുന്നു. ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക, വ്യക്തമാക്കി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. മിനർ റഹ്ബ്. റായിൽ തക്രീർ വരുന്നത് സൂക്ഷിക്കണം. മിനർ റഹ്ബ് എന്ന് പറയരുത്, എന്ന് വിറപ്പിക്കരുത്, ഒറ്റ റാഹ് മാത്രം ഉച്ചരിക്കുക. മിനർ റഹ്ബ്. ഫദാനിക ഫദാനിക ബുർഹാനാനി. ഫദാനിക ബുർ എന്ന് പറയുമ്പോൾ റായിന് തഫ്ഖീം കൊടുക്കണം, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത്. ബുർഹാനാനി ബുർഹാനാനി. മിർ റബ്ബിക. മിൻ എന്ന സാക്കിനത്തായ നൂനിനെ റായിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിലാ ഗുന്ന. റായിന് ശബ്ദ വരുന്നു, നേരത്തെ സൂചിപ്പിച്ച കാര്യം തക്രീർ ഇല്ലാതെ ശ്രദ്ധിക്കുക. മിർ റബ്ബിക ഇലാ ഫിർഔന വമലഇ. തക്രീർ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ തക്രീർ അതിലുള്ള സിഫത്താണ്, ദാത്തിയത്താണ്. മറിച്ച് കൂടുതൽ അത് തക്രീർ വരുന്നതാണ് സൂക്ഷിക്കേണ്ടത് എന്നർത്ഥം. മിർ റബ്ബിക ഇലാ ഫിർഔന. റായിന് തർക്കീഖാണ് ഫിർഔൻ എന്ന് പറയുമ്പോൾ, കാരണം റായിന് സുക്കൂനും തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റയുമുണ്ട്. ഫിർഔന വമലഇ. ഇന്നഹും അവിടെ ചേർത്തോതുകയാണെങ്കിൽ വമലഇഹി എന്ന് മദ്ദസ്സിലത്തുൽ കുബ്ര വരും. എന്നാൽ വഖഫ് ചെയ്യുമ്പോൾ ഹായിന് സുക്കൂനാണ്. വമലഇ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. മദ്ദുസ്സിലത്തുൽ കുബ്ര എന്നത് മദ് മുൻഫസിലിന്റെ വിധി തന്നെ. 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇന്നഹും നൂൻ മുഷദ്ദദയെ മണിക്കുക, ശ്രദ്ധ നൽകപ്പെട്ട നൂൻ. സാക്കിനത്തായ മീമുണ്ട് പദത്തിന്റെ അന്ത്യത്തിൽ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ഇന്നഹും കാനൂ ഖൗമൻ ഫാസിഖീൻ. കാനൂ ഖൗമൻ. ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഖൗമൻ എന്നതിലെ തൻവീൻ ശേഷം ഫാ ഇഖ്ഫാ ഹഖീഖി നൽകി വളരെ അവ്യക്തമായ വിധത്തിൽ മണിച്ചുകൊണ്ട്, മറച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഖൗമൻ ഫാസിഖീൻ. ഇവരത്തിൽ ഖാഫിന് കസ്റ ഉണ്ട്, കുറഞ്ഞ തഫ്ഖീമാണ് ഖാഫിനുണ്ടാവുക. ആ കസ്റുള്ള ഖാഫിനെ ആ നിലക്ക് ഉച്ചരിച്ചുകൊണ്ട് ഖൗമൻ ഫാസിഖീൻ. അതായത് ഖൗമൻ എന്നതിലെ തഫ്ഖീമും ഫാസിഖീൻ എന്നതിലെ തഫ്ഖീമും തമ്മിലെ വ്യത്യാസമുണ്ട്. മറ്റത് പൂർണ്ണമാണ്, ഇവിടെ കുറഞ്ഞ രൂപത്തിൽ മാത്രമാണ് കസ്റ ഉള്ളതുകൊണ്ട് എന്നതാണ് ആ വ്യത്യാസം. ബാറകല്ലാഹു ഫീക്കും. وأن ألق عصاك فلما رآها تهتز كأنها جان ولا مدبرا ولم يعقب
يا موسى أقبل ولا تخف إنك من الآمنين أسلك يدك في جيبك تخرج بيضاء من غير سوء واضمم إليك جناحك من الرهب فذلك برهانان من ربك إلى فرعون وملئه إنهم كانوا قوما فاسقين